ഞാനാണ് ടെലിവിഷൻ. ഇന്ന് വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. നവംബർ 21 നിങ്ങൾ മറന്നു, പക്ഷെ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് ഞാൻ തന്നെ പറഞ്ഞു തരണം. പോട്ടെ, സാരമില്ല. അപ്പൊ എന്റെ ഒരു ദിവസം എങ്ങനെ പോകുന്നതാണ് നമുക്ക് നോക്കാം. വെൽക്കം ടു യുവർ ഡേ ഇൻ മൈ ലൈഫ്. സാധാരണ ഞാൻ 7 മണിക്കാണ് എണീക്കാറ്. പക്ഷെ മണ്ഡലകാലമാണ്, നിങ്ങൾക്കറിയാം. 6 മണിക്ക് എണീക്കണം. എന്നെ 6 മണിക്ക് എഴുന്നേൽപ്പിക്കും. അപ്പു അച്ഛനും മാല ഇട്ടിട്ടുണ്ട്. അപ്പൊ വീട്ടില് ഭക്തിഗാനം നിർബന്ധമാണ്. അപ്പം കുറച്ചേരം ഭക്തിഗാനം കേൾക്ക്, ഞാൻ അപ്പോഴത്തേക്കും വരാം. അപ്പൊ 7 മണിയായി. ഈ സമയം വാർത്ത കേൾക്കണം. വീട്ടില് അപ്പാപ്പനുണ്ട്, മുതിർന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് വാർത്ത വേണം. അപ്പു അച്ഛനും ഒരുങ്ങാൻ പോയി. കാരണം അച്ഛക്ക് ജോലിക്ക് പോകണം, അപ്പുവിന് സ്കൂളിൽ പോകണം. അവരാ വഴി അങ്ങ് പോയി. അപ്പൊ നമുക്ക് കുറച്ചേരം വാർത്ത കേൾക്കാം. ഇപ്പൊ അപ്പാപ്പ വന്ന് ചാനൽ മാറ്റിക്കൊണ്ടിരിക്കും. ഏത് വെക്കണമെന്ന് കൺഫ്യൂഷൻ ആകും, എനിക്കും കൺഫ്യൂഷൻ ആകും. അപ്പൊ നമുക്ക് വാർത്ത കേൾക്കാം. അപ്പുവിന് ലീവ് കിട്ടി. കൊടുക്കണ്ടായിരുന്നു, കാരണം ക്ലാസ് വെക്കണ്ടേ, പഠിക്കണ്ടേ കുട്ടികൾക്ക്. TV കണ്ടിരുന്നാ മതിയാ. ലീവ് കിട്ടിയാൻ ഇനി കാർട്ടൂൺ മാറ്റിക്കൊണ്ടേയിരിക്കും. മായക്കണ്ണം വെക്കണോ, ചുട്ടി TV വെക്കണോ, കൊച്ചി TV വെക്കണോ, ഡിസ്നി വെക്കണോ, പോവോ വെക്കണോ, ഞാൻ മടുക്കും. ഇനി അപ്പുവിന്റെ കളി. അപ്പു പോയി ഗൈസ്, കളിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത ആള് വരും. ആരായിരിക്കും? അമ്മ തന്നെ. കാരണം പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ കുറച്ചു നേരം ടിവിയുടെ മുമ്പിൽ ഇരുന്ന് കറിക്ക് അരിയാനായിട്ടാണ് വരുന്നത്. കോവയ്ക്കാന്ന് എനിക്ക് തോന്നുന്നില്ല. പരസ്പരം വെച്ചോണ്ടിരുന്നപ്പോ അച്ഛൻ കോവയ്ക്ക വാങ്ങിച്ചോണ്ടിരുന്ന ഞാൻ കണ്ടായിരുന്നു. അപ്പൊ കോവയ്ക്കാണെന്ന് തോരൻ. അമ്മ വന്നു, കറിക്ക് അരിഞ്ഞു പോയി. അപ്പൊ ഇനി ഊണ് ആവുന്നോടെ വരെ എനിക്ക് വിശ്രാമം. സമയം ഇപ്പൊ 2 മണിയായി. ഊണൊക്കെ കഴിച്ച് വിശ്രമിക്കാൻ അമ്മ ഇപ്പൊ വരും. എന്തായിരിക്കും അമ്മ ഇന്ന് വെക്കുക? എനിക്ക് ഉറപ്പാ ഇന്ന് മഴവിൽ മനോരമയിലെ റൺവേ ഉണ്ട്. വാളാർ പരമശിവം ആയിരിക്കും. ചിലപ്പോ അച്ഛൻ വെക്കുന്നത് വലിയേട്ടനായിരിക്കും കൈരളി TVയില്. ഇനി അത് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കണം. ശരി, ഏതെങ്കിലും വെച്ചവര് കാണട്ടെ, സന്തോഷം. ഈ അപ്പൂ മാളു ഏതെങ്കിലും ഒന്നും വെക്കത്തില്ലേ? ഒന്നും വെക്കില്ല. റിമോട്ടിന് അടി വെച്ചോണ്ടേയിരിക്കും. എന്നാ പിന്നെ മാളു 2 പാട്ട് അവളുടെ ഫോണിൽ കേൾക്കത്തില്ലേ? ഇല്ല. അപ്പൂന് പോയി കളിക്കത്തില്ലേ? അതും ഇല്ല. എപ്പോഴും എന്നെ ഇട്ട് കുത്തിക്കൊണ്ടേയിരിക്കും. എന്തിന്? സമയം ഇരുട്ടി വരുന്നാണ് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പൊ ഏത് വെക്കും? എനിക്ക് തോന്നുന്നു സ്വാമി അയ്യപ്പനാണോ അതോ കടമറ്റത്ത് കത്തനാരായിരിക്കും വെക്കുക. ഇതിൽ ഏതേലും ഒന്ന് വെക്കും. ഇപ്പൊ ഏതേലും ഒന്ന് വെച്ചാ മതി. അപ്പൊ എന്റെ ഒരു ദിവസത്തെ യാത്രയിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോയായിരുന്നു. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തില്ലേ? അപ്പു, അച്ഛൻ, അമ്മ, ഇവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി. വാർത്ത, കാർട്ടൂൺസ്, സീരിയലുകള്, സിനിമകള്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു ദിവസം. അവർ ഓണാക്കിയിൽ എനിക്ക് ഭയങ്കര വിഷമാണ്. കാരണം അവരെന്നിൽ നിന്ന് കൂടുതൽ അകലുന്നുണ്ടെന്നുള്ളൊരു ഭയം എനിക്കുണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവരില്ലാതെ പറ്റില്ല, അവർക്ക് ഞാനില്ലാതെ പറ്റില്ല. അങ്ങനെയാണ്. അപ്പൊ ശരിയെന്നാ.